എല്ലാരോടും കൂടെ ഒരു കാര്യം പറയാം. സിദ്ധു വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുഖത്തെ കരിയും വേർപ്പും അതും ഇതൊക്കെ തുടച്ചിട്ടൊക്കെ വന്ന് നല്ല ഡീസൻ്റ് ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് സംസാരിച്ചോളണം. നാണക്കേട് ഉണ്ടാക്കരുത് പ്ലീസ്. വലിയ ആൾക്കാരെ കൊള്ളവാ. പിന്നെ ഞാൻ ഡ്രസ്സ് മാറണോ? ഡ്രസ്സ് മാറുമെന്ന് ചോദിച്ചാൽ ആ ടോപ്പൊക്കെ ഒന്ന് മാറ്റിയാൽ കൊള്ളാം. പിന്നെ ആ മുടി അതൊക്കെ ഒന്ന് വൃത്തിക്ക് കെട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അറബാബിന് എത്ര ഭാര്യമാരുണ്ടാവുമെന്തോ? സാധാരണ അവിടെയുള്ള അറബുമാർക്കൊക്കെ ഒരു 2-3 ഭാര്യയൊക്കെ ഉണ്ടാവാറുണ്ട്. നിന്നെ പോലെ അല്ലേ? അല്ല, നിനക്ക് കാമുകിമാര്, പുള്ളിക്ക് ഭാര്യമാര്, എല്ലാം കണക്കൊക്കെ വേണ്ടേ? അത് വേണ്ടേ? അത് ഇങ്ങോട്ട് വേണ്ടേ? പിന്നെ വേറൊരു കാര്യം കൂടെ, സിദ്ധുവിന്റെ കോള് വരുമ്പോഴേ മക്കളെ, ചേട്ടാ, അളിയ, കൊച്ച, അച്ചച്ചാന്നൊന്നും വിളിച്ചോട് ചെല്ലരുത്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് കീപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് അമ്മുമ്മ. ഞാൻ എന്താ പറയുന്നത്? ഞാൻ നോക്കാനേ വരുന്നില്ല. പിന്നെ പ്രശ്നം തീർന്നല്ലോ. ആ പ്രശ്നം തീർന്നു, സന്തോഷം. മോനെ, ഞാൻ വേർത്തിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ പറയണേ, ഒന്ന് ടച്ചൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ടാ. ഇപ്പൊ സമയം എത്രയ്ക്ക് കാണും? 10 മണി. ഇവിടത്തെ അല്ലടാ, അവിടത്തെ. അവിടുത്തെ 7:30. സിദ്ധു പെണ്ണീറ്റ് കുളിച്ച് പരിപാടിക്ക് ചേച്ചിക്ക് ഇച്ചിരി മുല്ലപ്പൂ ഒഴിച്ചിരും. മുല്ലപ്പൂ എന്തിന് തലേ വെക്കാം, വേറെ എന്തിന്? എടാ, അറബിയുടെ ഭാര്യമാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ നല്ല ഇംപ്രഷനൊക്കെ ക്രിയേറ്റ് ചെയ്യണ്ടേ? ഒരു നാടൻ ലുക്കൊക്കെ തോന്നിയ ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ പിടിക്കാന്ന് വിചാരിച്ചിട്ടാ. മേടിച്ചിരും. അതൊക്കെ മേടിച്ചുതരാം. ഈ മുല്ലപ്പൂ മേടിക്കാൻ പോകാന്നുള്ളത് പണ്ടത്തെ പോലെ അല്ല. അതിനെ പണി പിടിച്ച കേസാണ് അമ്മൂമ്മോ. ഈ കാക്കനാട് വരെ പോണം, ഭയങ്കര വെയില്, ചൂട്, പിന്നെ മുല്ലപ്പൂവിന്റെ കാച്ച് പോണോ? അനിയ 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 വാരിക്കോരി തരാടാ കാശ്. അക്കൗണ്ടിലേക്ക് ഇട്ട് തരാടാ. അക്കൗണ്ട്? ഓക്കെ. എത്ര മാസം വേണം? ഈ സാരി കൂടെ ഒന്ന് പിടിച്ചു. വേറെ ഫണ്ടാണ് ഒന്ന് പിടിച്ചിട്ടാടാ. പിടിച്ചിട്ട് കൂടെ ഇതിനല്ലേ കറക്റ്റ് ഹൈറ്റ് അല്ലേ? കൊച്ചിനെ വിളി, കറക്റ്റ് ഹൈറ്റ് ആണ്. അതാകുമ്പോ ഒരേ ഹൈറ്റിന് ചെയ്യാലോ. ഇനി അവിടെ ഇതിനു വേണ്ടി എവിടെ ഇരിക്കണ്? അടുക്കള നിന്നട്ടെ, എനിക്ക് ചൂട് വേർക്കിട് കൊണ്ടുപോവാ. ഫ്രിഡ്ജിനകത്ത് കയറി എളുപ്പമായിരിക്കും. അതേ, ദുബൈയിലെ വീഡിയോസ് ഒക്കെ അയച്ചു തരാം, അതൊക്കെ കണ്ടെങ്കിൽ ഇരുന്നാ മതി. ആ ചേച്ചി ആർക്കാ മെസ്സേജ് അയക്കുന്നത്? ഫ്രണ്ട്സിന്. ഓ, സിദ്ധാളയം വീഡിയോ കോളിൽ വരുന്ന കാര്യമായിരിക്കും. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ അറിയട്ടെ ഞാൻ ദുബായിലെ വലിയ പരിപാടി അറ്റൻഡ് ചെയ്യുന്ന കാര്യം. ഹലോ, ഇന്ന് അച്ഛൻ വീഡിയോ കോൾ ചെയ്യുമല്ലോ. അച്ഛൻ മിഠായി കൊണ്ടുവരുമല്ലോ. അച്ഛൻ വരുമ്പോ മിഠായി കൊണ്ടുവരുമോ? അതിന് അച്ഛൻ വരണ്ടേ? ഏതെങ്കിലും കാലത്ത് വരുവാണെങ്കിൽ അമ്മ പറയാം മിഠായി കൊണ്ട് വരാം കേട്ടാ. കൊച്ചിൻ്റെ രീതി. പിന്നെ ആകെപ്പാടുള്ളൊരു ആശ്വാസം എന്താന്ന് വെച്ചാൽ നല്ല ജോലിയും നല്ല ശമ്പളവും നല്ല സ്ഥലവും. എനിക്കൊരു കാര്യം അറിയോ? നിന്റെ അച്ഛൻ്റെ മുതലാളി ഉണ്ടല്ലോ, UAE സുൽത്താൻ്റെ അകന്ന ബന്ധുവാ. പിന്നെ പറഞ്ഞു വരുമ്പോ മച്ചമ്പിയായിട്ട് വരും മക്കളെ. അതായത് ഈ UAE സുൽത്താന്റെ അനിയന്റെ കുഞ്ഞമ്മയുടെ മൗത്തോടോ അനിയത്തിയെ കെട്ടിയേക്കണത് നിന്റെ അച്ഛന്റെ അറബാബുവാണ്. അപ്പൊ ബന്ധു തന്നെ. ഇതെന്തൊരു എടാ, സിദ്ധു എന്നലെ വിളിച്ചപ്പോ പറയാട്ടാ, അറബാബുവിന്റെ വീട്ടിലെ നമ്മുടെ ഈ വീട്ടിലെ പട്ടീനെയും പൂച്ചനെയൊക്കെയാണല്ലോ വളർത്തണത്. അവര് വളർത്തണത് എന്തിനാന്നറിയോ? കടുവ, പുലി, സിംഹം, കരടി ഇതൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കും. ചേച്ചി, ഇവിടെ ഉണ്ടല്ലോ ഒരു കോഴി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.